ആറന്മുള വിവാദ ഭൂമിയിൽ കൊമ്പുകോർത്ത IT കൃഷി വകുപ്പുകൾ. ആറന്മുള വിവാദ ഭൂമിയിലെ പദ്ധതിക്ക് IT വകുപ്പ് പിന്തുണ നൽകി. അതേസമയം തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ലംഘനമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. നിലപാടിൽ മാറ്റമില്ല. എന്നാൽ ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പദ്ധതിയുമായി സഹകരിക്കാമെന്നാണ് KSITLന്റെ നിലപാട്. ഞങ്ങളുടെ മുമ്പിൽ വന്ന ഒരു ഫയലിനകത്തെ കാര്യം മാത്രമേ ഉള്ളൂ. മറ്റു തലങ്ങളിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടായിട്ട് എനിക്കറിയില്ല. അത്തരം ചർച്ചകൾക്ക് എല്ലാം ഫയൽ വന്നു. ആ ഫയലിനകത്ത് ഞങ്ങൾ ഈ കാര്യം എല്ലാം പരിശോധിച്ചു. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ റിപ്പോർട്ട് വാങ്ങി, പത്തനംതിട്ടയിൽ നിന്നടക്കം റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്, അല്ലാതെ ഒരു പഴയ സമരത്തിന്റെ ഹാങ് ഓവർ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തതല്ല. ഈ കാര്യമെല്ലാം തന്നെ വെച്ചുകൊണ്ട് എനിക്ക് പ്രദേശം അറിയാവുന്ന ഒരാളാണെന്നുള്ള തരത്തിൽ, അതുകൊണ്ട് എനിക്കറിയാം, അതുകൊണ്ട് റിപ്പോർട്ടൊന്നും വരേണ്ടതില്ല എന്നുള്ള നിലപാടല്ല ഞാൻ സ്വീകരിച്ചത്. പത്തനംതിട്ടയിൽ നിന്നടക്കം കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്ത് എല്ലാ തലങ്ങളിൽ നിന്നും വന്ന ആ ഫയലിനകത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ അറിവും എന്റെ പരിചയവും എനിക്ക് നേരിട്ട് അറിയാവുന്നതുമാണ് എന്നുള്ളത് കൊണ്ടുകൂടി ഞാൻ അക്കാര്യത്തിനകത്ത് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെ നിലപാടാണത്. വിനീഷ് ചേരുന്നു. വിനീഷ്, കൃഷി വകുപ്പ് തള്ളിക്കളഞ്ഞ പദ്ധതിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ IT വകുപ്പ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നാണോ തീരുമാനം? തീർച്ചയായിട്ടും ആദ്യഘട്ടം മുതൽ തന്നെ KGS ഗ്രൂപ്പ് IT വകുപ്പിനാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ നൽകുന്നത്. ഈ IT വകുപ്പാകട്ടെ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന വകുപ്പാണ്. ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന IT വകുപ്പിന് കീഴിൽ വരുന്ന ഒരു പ്രത്യേക കമ്പനിയാണ് KSITIL എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനിയുടെ ബോർഡ് യോഗമാണ് ഇപ്പോൾ ഇത് വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇപ്പോൾ IT വകുപ്പിന് നൽകിയിരിക്കുന്നത്. ആ ഒരു പച്ചക്കൊടി നിലവിൽ IT വകുപ്പ് ഈ പദ്ധതിക്ക് നൽകുന്നു എന്നതാണ്, ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്ക് നൽകുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ റിപ്പോർട്ടുകളും ഇപ്പോൾ നമ്മൾ പുറത്ത് എത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശം എന്ന് പറയുന്നത് അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ്. ഒപ്പം തന്നെ തണ്ണീർത്തട പ്രദേശമാണ്. ഇവിടെ തന്നെ നേരത്തെ ആറന്മുള വിമാനത്താവള പദ്ധതി ആരംഭിക്കുമ്പോൾ തന്നെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അവിടെ അന്ന് തണ്ണീർത്തട മേഖലകൾ ഒപ്പം നെൽവയലുകൾ നികത്തിയതുമായി ബന്ധപ്പെട്ട് ഹരിത ട്രിബ്യൂണലിൽ കേസുകൾ വരുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആ കേസുകൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനം ഹരിത ട്രിബ്യൂണൽ തന്നെ നിലവിലെ സ്ഥിതി എങ്ങനെയായിരുന്നു നേരത്തെ ആ പ്രദേശം ഉണ്ടായിരുന്നത് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ഈ പ്രദേശത്തെ എത്തിക്കണമെന്നായിരുന്നു അന്ന് ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ട പ്രദേശത്തെ മണ്ണുകളൊക്കെ തന്നെ പൂർണ്ണമായി മാറ്റുന്ന തരത്തിൽ കോടതി നേരിട്ട് ഇടപെട്ട് മാറ്റുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയതിനാണ്. അതിന് തൊട്ടു പിന്നാലെ ആ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് KGS ഗ്രൂപ്പ് മറ്റൊരു അപേക്ഷയുമായി മുഖ്യമന്ത്രിയുടെ വകുപ്പിന് തന്നെ കീഴിലുള്ള വകുപ്പിലേക്ക് എത്തിയിരിക്കുന്നത്, IT വകുപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ IT വകുപ്പിന് കീഴിൽ ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ ഈ KGS ഗ്രൂപ്പ് നൽകുന്നത്. ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അവിടെയുള്ള ആ ഭൂപരിഷ്കരണ നിയമത്തിലും ഒപ്പം തന്നെ തണ്ണീർത്തട നിയമത്തിലും വലിയ ഇളവുകൾ വരുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകണമെന്ന ഒരു അപേക്ഷ, ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്കായി അനുമതി നൽകണമെന്ന അപേക്ഷയാണ് IT വകുപ്പിന് നൽകുന്നത്. ആ IT വകുപ്പാകട്ടെ ഈ അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് ആദ്യം റവന്യൂ വകുപ്പിനും ഒപ്പം തന്നെ കൃഷി വകുപ്പിനും കൃത്യമായ എന്താണ് നിലവിലെ സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് വ്യവഹാരങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ തണ്ണീർത്തട നിയമ പദ്ധതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനെ കൊണ്ട് തന്നെ കൃഷി വകുപ്പിനോടും എന്താണ് നിലവിലെ സാഹചര്യത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു ആരായൽ വകുപ്പ് തലത്തിൽ തന്നെ നടന്നിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ കൃഷി വകുപ്പ് കൃത്യമായി തന്നെ വിവരങ്ങൾ ധരിപ്പിച്ചതാണ്. ഒരു കാരണവശാലും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കില്ല എന്ന് കൃഷി വകുപ്പ് കൃത്യമായി തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ അതൊക്കെ നിലനിൽക്കെ തന്നെ കൃഷി വകുപ്പിന്റെ റിപ്പോർട്ട് കളക്ടർ തന്നെ കൃത്യമായി ഈ IT വകുപ്പിലേക്ക് നൽകുന്ന സാഹചര്യമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ മറ്റു നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ IT വകുപ്പിന് കീഴിൽ വരുന്ന കമ്പനിയാണ് KSITIL എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനിയുടെ നേതൃത്വത്തിൽ ആ ബോർഡ് യോഗം ചേർന്നാണ് ഇപ്പോൾ ഈ പദ്ധതിക്ക് അനുമതി നൽകാം എന്ന് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഒത്താശയോട് കൂടി തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ച് CPIയും രംഗത്തെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് CPIയുടെ മന്ത്രിയായ P. പ്രസാദ് അടക്കമുള്ള വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്. അദ്ദേഹം ഇടുക്കിയിൽ അല്പസമയം മുമ്പ് പ്രതികരിച്ചത് നേരത്തെയുള്ള നിലപാടിൽ നിന്ന് കൃഷി വകുപ്പ് പിന്നോക്കം പോകുന്നില്ല.
വികസനത്തിന് എതിരല്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ട് തന്നെ, ഒപ്പം തന്നെ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് കൃഷി വകുപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ഇതിനൊപ്പം തന്നെ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. എന്തായിരുന്നാലും നിലവിൽ വകുപ്പുകൾ തമ്മിലുള്ള ഒരു ചേരിപ്പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിലുപരി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ പദ്ധതിക്ക് KGS ഗ്രൂപ്പ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള അപേക്ഷയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന വകുപ്പായ IT വകുപ്പിൽ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി വിനീഷ്, ഏതായാലും കൃഷി വകുപ്പ് നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞൊരു പദ്ധതിയുമായാണ് IT വകുപ്പ് മുന്നോട്ട് പോകുന്നത്, പിന്തുണ നൽകിയിരിക്കുന്നത്.